56 ദിവസങ്ങൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടന്ന ബോസ്കോ കളമശ്ശേരിയുടെ FIRൽ ബോസ്കോ കളമശ്ശേരിയുടെ പേരില്ല. SI അന്ന് എന്നോട് പറഞ്ഞത്, നിന്നെ MDMA കേസാണ് നിന്റെ തലയിൽ വരാനിരിക്കുന്നത്, നീ സൂക്ഷിച്ച് നടന്നോ. എന്നെ കൊല്ലാൻ വരാൻ അതിനകത്ത് കൊട്ടേഷൻ കൊടുത്തോന്ന് ജയിലിൽ. ശരിക്കും പറഞ്ഞാൽ പോലീസ് ടാർഗറ്റ് ചെയ്ത് പ്രതിയാക്കുമായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്തതിൻ്റെ ആഘോഷത്തിന് ഇവിടുന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ, ഈ FIR ഇട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ നെല്ലിയാമ്പതിക്ക് ടൂറ് പോയിന്ന് 2 വണ്ടികളിലായിട്ട്. നല്ലൊന്നാന്തരം പട്ടച്ചാരകളിൽ അടിച്ച് കയറ്റിയേക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നീ ഇതേപോലെ ഇനി കേസ് പിടിക്കാൻ, നല്ല ഞങ്ങൾക്ക് ഇതേപോലെ ടൂർ പോകാനും ആഘോഷിക്കാനും പറ്റുള്ളൂ എന്ന് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾക്ക് അന്നേ തൊട്ട് തന്നെ പേടിയാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഞങ്ങൾക്ക് ഉണ്ട് കേസ് കൊടുക്കുന്ന ഒരു ശൈലിക്കാരനാണ് ഞാൻ. എൻ്റെ കയ്യിലിരിക്കുന്ന കേസുകളിൽ ഏറ്റവും കുറവാണ് യൂസഫ് അലിയുടെ 162 കോടി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ബോസ്കോയെ ഭയപ്പെട്ടിരുന്നൊരു സമയമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാരുടെ 3500 കോടിയുമേയാണ് മേളിലോട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ കച്ചവടത്തും. എൻ്റെ പല കേസുകളും ഞാനിവിടെ കണ്ണടച്ച എൻ്റെ കയ്യിൽ കോടികളുടെ ആസ്തിയാണ്. എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, അല്ലെങ്കിൽ 2 രൂപയ്ക്ക് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. പണം വിരട്ടി മേടിച്ച് വാർത്തകൾ ചെയ്യുന്ന ഓൺലൈൻ മഞ്ഞപ്പത്രക്കാരനായി മാറി. യൂട്യൂബർ ഭീഷണിപ്പെടുത്തി 2.5 കോടി ആവശ്യപ്പെട്ടു. ആൻഡ്രൂസാ, നിന്റെ 2 കാലും ഞാൻ തല്ലി ഓടിക്കും. നമസ്കാരം. പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ബോസ്കോ കളമശ്ശേരിയാണ് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അടുത്തിടെ ഒരു കേസിൽ പ്രതിയായി ജയിലിലായിരുന്നു. ഇലക്ഷന് മത്സരിച്ച ആളാണ്, അതിനുശേഷം ജയിലിലായെന്നാണ് വാർത്ത കേൾക്കുന്നത്. തീർച്ചയായും. താങ്കളൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ശ്രമം നടത്തി എന്നായിരുന്നു വാർത്ത. സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ശ്രമം നടത്തിയെന്നല്ല, നടത്തിയെന്നാണ് വാർത്തയൊക്കെ വന്നത്. ബോസ്കോ കളമശ്ശേരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, ഞങ്ങളുടെ മാധ്യമക്കൂട്ടത്തിലെ നല്ലൊരു സുഹൃത്ത് പെട്ടെന്നൊരു ദിവസം ഒരു ദുഷ്പേര് കേൾപ്പിച്ച് ജയിലിലേക്ക് പോകുന്നു. പല സുഹൃത്തുക്കളെയും വിളിക്കുമ്പോൾ ബോസ്കോയെ വിളിക്കരുത്, ബോസ്കോയോട് മിണ്ടാൻ പാടില്ല, ബോസ്കോ വലിയ പ്രശ്നത്തിൽ. അപ്പോൾ ഒരു മാധ്യമ സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചവരും ഭക്ഷണം കഴിച്ചവരും പോലും ബോസ്കോയുടെ വിഷയം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ പലരെയും സമീപിച്ചു, പലരും എന്നെ ഒഴിവാക്കി. ബോസ്കോയുടെ വിഷയം നമുക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പം ബോസ്കോ സമൂഹത്തിൽ വലിയൊരു കള്ളനായി, ഒരു തട്ടിപ്പുകാരനായി, പണം വിരട്ടി മേടിച്ച് വാർത്തകൾ ചെയ്യുന്ന ഒരു അതിലും താഴ്ത്തയിലുള്ള, അങ്ങനെയാണ് പറഞ്ഞത്, ഒരു മഞ്ഞപ്പത്രക്കാരൻ, ഓൺലൈൻ മഞ്ഞപ്പത്രക്കാരനായി മാറി. ശരിക്കും അങ്ങനെ ആയിരുന്നു ഈ സംഭവം? ആ സംഭവത്തെക്കുറിച്ച് പറയും. സംഭവം ഞാൻ 2024 22 കഥ തൊട്ട് 20 തൊട്ട് കഥ പറയേണ്ടി വരും. ഞാൻ 2019 20 പോട്ടെ 19 2019 ഞാനിവിടെ എറണാകുളത്ത്, അന്ന് ഞാൻ യുണൈറ്റഡ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് പോസ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ അന്ന് സുനിൽ ശുക്ല, സഞ്ജയ് ഖന്ന അടക്കമുള്ള 120ഓളം പേര് സുപ്രീം കോടതി വക്കീലന്മാർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ എറണാകുളം സ്ഥാനാർത്ഥിയായിട്ട് എന്നോട് മത്സരിക്കാൻ പറയുകയാണ്. അങ്ങനെയാണ് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഹൈക്കോടതിയിലൊന്ന് വന്നു തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ മത്സരിച്ചു. ഇലക്ഷൻ്റെ ആ ദിവസമാണ് എറണാകുളത്ത് വെള്ളപ്പൊക്കം. അന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള പണികളൊന്നും ചെറുതായിരുന്നില്ല. വട്ടം കറങ്ങുകയും ഇവരെ വിട്ട് വട്ടം ഓടിക്കുകയും അതിനകത്തുണ്ടായ നഷ്ടങ്ങൾക്ക് പലരെ കൊണ്ട് ഞങ്ങൾ പരാതി കൊടുപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ തൊട്ടുപുറകെ ഹൈക്കോടതികൾ പോലും സ്വമേധയാ കേസുകളൊക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞാനത് മുന്നോട്ട് വന്നു. അത് കഴിഞ്ഞു. ആ പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോർട്ട് ഔട്ട് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ തീർന്നു വരുമ്പോഴാണ്, അപ്പോഴും ഞാൻ എൻ്റെ വീടിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ 2020 നോമിനേഷൻ കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റിയിലേക്ക്. അപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഇവർക്കുള്ള പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും കാലം ഞാൻ ഈ 5-6 വർഷമായിട്ട് ഞാൻ എൻ്റെ വാർഡിൽ മത്സരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ഏതൊരു വിഷയവും നമ്മളെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഇവരെന്നെ ബൈക്ക് ഇടിച്ച് താഴ്ത്തിടുന്നുണ്ട്. ആക്സിഡൻറ്റ് എന്നെ ഇടിച്ച് താഴ്ത്തിട്ട് ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ നിന്നും ഹോസ്പിറ്റലിൽ നിന്ന് മറ്റേ റിപ്പോർട്ട് കൊടുക്കുന്നു.
ഇന്ന് വരെ പോലീസിൻ്റെ മൊഴിയെടുക്കാൻ വന്നിട്ടില്ല. ഇന്ന് വരെ പോലീസിൻ്റെ മൊഴിയെടുക്കാൻ വന്നിട്ടില്ലാന്നേ. വൂണ്ട് സർട്ടിഫിക്കറ്റ് ആയതാണ്. എൻ്റെ പിറ്റേ ദിവസം ഞാൻ പോകുന്നത് എൻ്റെ ദേഹത്തൊക്കെ മൊത്തം പാച്ച് വർക്ക് വെച്ചിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞു ഞാൻ 2022 ഞാൻ തൃക്കാക്കര മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുക, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാണ് ഉമാ തോമസും അവരുടെ പാർട്ടിക്കാരും കൂടി 25,001 രൂപ ക്യാഷ് പ്രൈസ് ഓഫർ ചെയ്തത്. അതെന്തിനായിരുന്നു? എനിക്ക് ഓഫർ ചെയ്തതല്ല, ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചു കൊടുക്കുന്ന മണ്ഡലത്തിന് ഓഫർ കൊടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് തെറ്റാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഞാൻ കൊണ്ടുപോയി നേരെ കൊണ്ടുപോയിട്ട് AC വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ AC നേരെ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞു അങ്ങനെ കേസെടുക്കാൻ പ്രൊഫഷനൊന്നും ഇല്ലല്ലോ എന്ന്. ബെന്നി സാറാണ് നമ്മുടെ സുഹൃത്ത്. ഇപ്പോൾ തൃക്കാക്കര അല്ല, നമ്മുടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ പറഞ്ഞത്? നിയമം എന്താണെന്ന് സാറിനറിയാം, എനിക്കും അറിയാം. നിയമം ഇല്ല എന്ന് പറയരുത്. അപ്പോൾ ഞാൻ പ്രൊഫഷൻ ഓഫ് കറപ്ഷൻ മറ്റേ ഇലക്ഷൻ്റെ ബുക്ക് അങ്ങോട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എറണാകുളത്ത് വന്ന് മേടിച്ചിട്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അതിനകത്ത് അടുത്ത് നോക്കൂ. സ്പോട്ടിൽ FIR ഇട്ടു, കേസെടുത്തു. അപ്പം ഞാൻ പറഞ്ഞു നേരെ ഇലക്ഷന് അംഗം നമ്മൾ ജയിക്കുകയോ ജയിക്കില്ലായോ അല്ല, മത്സരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് നേരായ വഴി കൂടെ മത്സരിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു നേരെ ഹൈക്കോടതിയിൽ വന്നു, സ്ഥാനാർത്ഥിനെ അയോഗ്യനാക്കണം, FIR ഇട്ടിട്ടുണ്ട്. അവരെ മത്സരിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേനും പോളിങ് പോസ്റ്റലോട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇവർക്ക് അന്നേ തൊട്ടന്നെ പേടിയുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അന്നേ തൊട്ടന്നെ പേടിയാണ്. ചെറിയൊരു മൈന്യൂട്ട് പോലും ഞാൻ നോക്കി സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ഇന്ന ആൾ എന്നൊന്നുമില്ല. അത് ആര് തന്നെ ആയാലും ഞാൻ പരാതി കൊടുക്കും. കാരണം ഞാൻ അവരെയൊക്കെ ജയിപ്പിച്ചു വിടുന്ന, അല്ലെങ്കിൽ എന്നെ ജയിപ്പിച്ചു വിടുന്നത് ഞാൻ അവരുടെ പണിക്കാരൻ മാത്രമാണ്. ആണോ? അല്ലാതെ ഞാനൊരിക്കലും നീയൊക്കെ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നീയൊക്കെ വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് നോക്കിക്കോ, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ സൗകര്യമില്ല എന്നല്ല. ഞാൻ അവരുടെ പണിക്കാരൻ മാത്രമാണ്. അവർക്ക് ഇല്ലാത്ത ഒരു സാധനം എനിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കത് ചെയ്തു തരാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് എനിക്ക് വോട്ട് ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ഒരു ജനപ്രതിനിധി അവർ ചെയ്യുന്നില്ല, അത് ജയിക്കാൻ വേണ്ടി കള്ളത്തരം കൂടി കാണിച്ചാലോ, എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ FIR ഇടുകയും ഒക്കെ ചെയ്തു. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു പേടിയുണ്ട്, ഞാൻ കേസ് കൊടുക്കുമെന്ന് ഇവർക്കറിയാം. അപ്പം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഞാൻ കൊണ്ട് കേസ് കൊടുക്കുന്ന ഒരു ശൈലിക്കാരനാണ് ഞാൻ. കൃത്യമായിട്ടുള്ള അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അല്ല, ഞാൻ പുക വലിക്കരുത് എന്നും പുക വലിക്കണമെന്നോ ഞാനൊന്നും പറയില്ല. ഞാൻ ഒരാളോടും ഞാൻ പുക വലിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളൂ. കാരണം വലി തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത ഒരു ഇതിനകത്തോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാവരോടും ഞാൻ പറയുന്നതും അത് തന്നെയാണ്. പുകവലി തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിനകത്ത് അഡിക്റ്റായി പോയിക്കൊണ്ടിരിക്കും. മദ്യത്തിനേലും ഒക്കെ വളരെ വലിയ ഡേഞ്ചറാണ് ഈ സാധനം. അതിനകത്ത് നിക്കോട്ടിൻ എന്ന് പറയുന്ന സാധനം, നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് ശരീരത്തിലൂടെ, അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കാണാം, പക്ഷെ അത് ശരീരത്തിലൂടെ ഒക്കെ കയറി പോന്നു കഴിഞ്ഞാൽ എല്ലാം ബാധിക്കും. അപ്പോൾ അത് വലിക്കരുത് എന്ന് തന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും. ഈ 2024 പാർലമെന്റ് ഇലക്ഷനിൽ വീണ്ടും മത്സരിച്ചു. വീണ്ടും ഇലക്ഷൻ വിടാൻ ഉദ്ദേശമില്ല, മത്സരിച്ച ആൾക്കാരുടെ മുമ്പിൽ കെട്ടി വെച്ച് ആരെ വെല്ലുവിളിക്കും, പറയാനുള്ളത് പറയും, കേസ് കൊടുക്കും. പറയാനുള്ളത് പറയുന്ന ആള് മത്സരിക്കുന്നു, വീണ്ടും കുറെ പബ്ലിക്കിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. പെട്ടെന്നൊരു കേസിൽ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതാണ് അറിയേണ്ടത്. ഞാൻ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ആരെയെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ അറിവിലില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ലെങ്കിൽ പോലും
ഇപ്പം ഞാനൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നടത്താൻ വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ കേസ് നടത്താൻ വരുമ്പോൾ ഞാൻ വേർത്ത് കുളിച്ചൊക്കെ നിന്ന് കേസ് നടത്താൻ വരുന്നതും എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, അല്ലെങ്കിൽ 2 രൂപയ്ക്ക് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഹൈക്കോടതിയിലെ മെയിൻ ജീവനക്കാർ പോലും എനിക്ക് ഫുഡ് രക്കം മേടിച്ച് തന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ്. ഞാനല്ലാതെ ഞാനൊരു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ കണ്ടിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയതല്ല. കാശ് ഇപ്പം ഞാൻ നാളെ ഞാൻ എൻ്റെ പല കേസുകളും ഞാനിവിടെ കണ്ണടച്ച എൻ്റെ കയ്യിൽ കോടികളുടെ ആസ്തിയാണ്. പല ഭീമന്മാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കണ്ണടച്ചാൽ എറണാകുളത്തെ കണ്ണായ സ്ഥലത്തെ ബിൽഡിങ് വരെ എനിക്ക് മേടിക്കാം. അതാണ് അവസ്ഥ. ഈ കേസിൽ എൻ്റെ കയ്യിലിരിക്കുന്ന കേസുകളിൽ ഏറ്റവും കുറവാണ് യൂസഫ് അലിയുടെ 162 കോടി. അതിലും വലുത് കയ്യിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാരുടെ 3500 കോടിയുമേയാണ് മേളിലോട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ കച്ചവടങ്ങളും. പേപ്പറുകൾ ഞാൻ തരാം. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ബോസ്കോ കളമശ്ശേരി എന്തുകൊണ്ട് തുറന്ന് പറയുന്നില്ല? തുറന്ന് പറയാനായിട്ട് ഒന്നുമില്ല. തുറന്ന് പറയണം. അല്ലെങ്കിൽ കേസിൽ പ്രതി ചേർത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ കേസിൽ ജാമ്യം എടുത്തിറങ്ങി ഇപ്പോൾ ജാമ്യത്തിലാണ്. ഞാൻ ജാമ്യത്തിലാണ്. ആ കേസിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ്? ആ നിലവിലെ സ്ഥിതി ഫൈനൽ റിപ്പോർട്ട് 1 വർഷമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ വലിയൊരു വാർത്ത വച്ചു ഇല്ലേ? എന്താ വാർത്ത? എന്തായിരുന്നു വാർത്ത? കഴിഞ്ഞ 2024 മെയ് 17 എന്തായിരുന്നു വാർത്ത? ഒരു ഫിനാൻഷ്യൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബോസ്കോ കളമശ്ശേരി യൂട്യൂബർ ഭീഷണിപ്പെടുത്തി 2.5 കോടി ആവശ്യപ്പെട്ടു എന്നായിരുന്നു. ശബ്ദരേഖ പോലീസിന്റെ കൈവശമുണ്ട് എന്നല്ലേ പറഞ്ഞത്? അതെ. ആണോ? അതെ. ശബ്ദരേഖ പോലീസിന്റെ കൈവശമുണ്ട്. താങ്കൾ പണം ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പോലീസിന് തെളിവായി കിട്ടി. താങ്കളെ ഇവിടുത്തെ DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ചെത്തി രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇതായിരുന്നു വാർത്ത. ആയിരുന്നു. അങ്ങനെ കണ്ടാണ്. അതെ. പിന്നീട് താങ്കൾ അപ്പോൾ ഈ ശബ്ദ സന്ദേശം ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോ അതോറിറ്റിയോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പബ്ലിക് കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ല. അത് പോലീസിന്റെ കൈവശമുള്ള എവിഡൻസ് ആണെന്നാണ് നമ്മൾ പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ആണല്ലോ. അപ്പോൾ ഇപ്പം കോടതിയിൽ എത്തിയിട്ടുണ്ടാവണം. അപ്പം ഞാനൊരു പരാതി കൊടുക്കുമ്പോൾ എൻ്റെ പരാതിയിലാണോ FIR ഇടുന്നത്? എൻ്റെ പുറകിലൊരു പരാതിക്കാരൻ ഉണ്ടാവണമല്ലോ. അതെ. ഉണ്ടാവോ? ഉണ്ടാവും. പരാതി കൊടുക്കുമ്പോൾ പരാതിക്കാരൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പം ഞാൻ നിങ്ങളെ ആൻഡ്രൂസനെ ഞാൻ വിളിക്കുവാണ്. ആൻഡ്രൂസാ, നിൻ്റെ 2 കാലും ഞാൻ തല്ലി ഓടിക്കും. ഇനി നിന്നെ ഞാൻ ഈ എറണാകുളത്ത് എവിടെയെങ്കിലും കണ്ടാൽ നിൻ്റെ 2 കാലും ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ ആൻഡ്രൂസം കൊണ്ടുപോയി പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കും. നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയും. എന്നാലും പറയും. പരാതിയുടെ അല്ല, പറയട്ടെ. എന്നാലും നമ്മളൊന്ന് പറയും. സാറേ, ബോസ്കോ കളമശ്ശേരി അല്ലെങ്കിൽ ഇന്ന നമ്പറിൽ നിന്നും എന്നെ ഒരാൾ ഭീഷണി വന്നു, എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുമല്ലോ. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിതൊന്ന് കാര്യമാക്കി പോലീസിന് പറയാറില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഭീഷണി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒരു ത്രെട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് പോലീസിലേക്കാണ്. പോലീസിൽ നമ്മൾ പരാതി കൊടുക്കുമല്ലോ. തീർച്ചയായിട്ടും. അതിനകത്ത് ഇപ്പോൾ ബോസ്കോ കളമശ്ശേരി എന്ന് പറയുന്ന ഒരാൾ ഭീഷണിപ്പെടുത്തി എന്നല്ലേ പറയാം. അല്ലെങ്കിൽ ബോസ്കോ കളമശ്ശേരി എന്ന മാധ്യമപ്രവർത്തകൻ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ജനകീയ വാർത്ത എന്ന് പറയുന്ന ചാനൽ ഭീഷണിപ്പെടുത്തി. ആണോ? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെയാണ് വരേണ്ടത് അല്ലേ? ഇതാണോ എൻ്റെ FIR? ആണോ? ഇത് ഞാൻ കോടതിയിൽ നിന്ന് കോപ്പി ആപ്ലിക്കേഷൻ ഇട്ട് ഞാൻ മേടിച്ചേക്കണം കേട്ടോ. ഇനി കണ്ടില്ല എന്നൊന്നും പറയരുത്. CR ആണോ ഇത്? അല്ല, ഞാൻ നോക്കിക്കോ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്, തൃശ്ശൂർ ആണല്ലോ. കേസ് നമ്പറൊന്നും പറയണ്ട. കേസ് നമ്പറൊന്നും പറയണ്ട. ഇതിനകത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി.
പേര് വായിക്കണ്ട, പരാതിക്കാരൻ്റെ പേര് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. 66 വയസ്സുള്ള ഇന്ന ആളുടെ മകൻ, ആ പാപ്പിനിശ്ശേരി വില്ലേജ്, മലകം, തൃശ്ശൂർ. ഫോൺ നമ്പർ എന്നയാൾ 10/5/2024 തീയതി 12:30 മണിക്ക് തൃശ്ശൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി 1ഉം 2ഉം പ്രതികൾ ടിയാനെ ഭയപ്പെടുത്തി പണാപകരണം നടത്തിയ ആ ഉദ്ദേശത്തോടുകൂടി. പേരും കൂടി അങ്ങോട്ട് പറഞ്ഞോ. അതെ, ഇനി നമ്മൾ ആ 1ഉം 2ഉം പ്രതികൾ ഇവിടെ ഫസ്റ്റ് പേജിൽ ഇല്ലെന്ന് നോക്കി. ലോറൻസും സന്തോഷുമാണ്. ആണല്ലോ, അതെ അല്ലേ? അതെ അതെ. ബോസ്കോ അല്ലല്ലോ. ലോറൻസ് സന്തോഷ് തൃശ്ശൂർ. അല്ലാതെ ബോസ്കോ അല്ലല്ലോ. അല്ലല്ല. ഇനി ബാക്കിയും കൂടെ വായിച്ചോ. ഒരു ഫോൺ നമ്പർ പറയുന്നുണ്ട്. നാളിതുവരെ എന്ന ഫോൺ നമ്പറിൽ നിന്ന് ആവലാതിക്കാരൻ്റെ കൂട്ടുകാരനും ബിസിനസ് പാർട്ട്ണറുമായ സിദ്ദിഖിൻ്റെ എന്ന നമ്പറിലേക്ക് വിളിച്ച് പറവൂർ സ്ത്രീപീഡന കേസിൽ പ്രതിയാക്കുമെന്നും പരാതി ഒത്തുതീർക്കുന്നതിന് പ്രതികൾക്ക് 2.5 കോടി രൂപ കൊടുക്കണമെന്നും അല്ലാത്ത പക്ഷം ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ വഴി പീഡനകാര്യം പരസ്യപ്പെടുത്തുമെന്നും മറ്റും ഭീഷണിപ്പെടുത്തുന്ന കാര്യത്തിന് തത്സമയം സ്റ്റേഷൻ ചാർജ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തൃശ്ശൂർ ടൗൺ സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുനിൽകുമാർ KSI എനിക്ക് മൊഴി തരുന്നത് രേഖപ്പെടുത്തിയിട്ട് ഇക്കാര്യം തൃശ്ശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അസൽ മൊഴി ഇതൊന്നിച്ചുണ്ട്. ഇതിനകത്ത് ബോസ്കോ കളമശ്ശേരിയുടെ പേരില്ല. ഉണ്ടോ? ഇല്ല. ഇതാണല്ലോ ഈ കേസും പ്രകാരമാണോ ബോസ്കോയെ അറസ്റ്റ് ചെയ്തത്? ആണ്. ഇനി എന്താണ് തുടർ നടപടി? ഒന്നുമില്ല. നിങ്ങൾ എത്ര ദിവസം ജയിലിൽ കിടന്നു? 1ഉം 2ഉം ദിവസമൊന്നുമല്ല, ഒരു 56 ദിവസം. 56 ദിവസങ്ങൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടന്ന ബോസ്കോ കളമശ്ശേരിയുടെ FIRൽ ബോസ്കോ കളമശ്ശേരിയുടെ പേരില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? സംഭവിക്കും, സ്വാഭാവികം. ഈ നാട് മുഴുവൻ താങ്കളെ കള്ളനും കൊള്ളക്കാരനുമായിട്ട് ചിത്രീകരിച്ച് വാർത്തകളും ചെയ്തു. എന്തുകൊണ്ട് താങ്കൾ ഇതുവരെ ഇത് പുറത്ത് പറയാതിരുന്നു? അവർ കള്ളനാണെന്ന് അവരല്ലേ നാട്ടുകാർ മുഴുവൻ വിളിച്ചോട്ടെ എന്ന്. ഇതാണ് കേസിൻ്റെ. ഇപ്പം ഞാൻ ഹൈക്കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്തേക്കണത്. കൗണ്ടർ കേസ് അല്ല, എൻ്റെ കയ്യിൽ നിന്ന് കണക്ക് ബുക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയതിൻ്റെ CCTV ക്യാമറ ഫുട്ടേജ് ഉൾപ്പെടെയാണ് ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തേക്കണം. പോലീസ് ശരിക്കും പറഞ്ഞാൽ പോലീസ് ടാർഗറ്റ് ചെയ്ത് പ്രതിയാക്കുമായിരുന്നു. കാരണം പല വിഷയങ്ങളിലും പോലീസിനെതിരെ ഡയറക്റ്റ് യാതൊരു ഭയവുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് അടിച്ചിട്ടുള്ള ആളാണ് ബോസ്കോ കളമശ്ശേരി. പോലീസിനെ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ബോസ്കോയെ ഭയപ്പെട്ടിരുന്ന ഒരു സമയമുണ്ട്. ഇപ്പോഴും ഉണ്ട്. ബോസ്കോ അവർ ഒതുക്കുകയായിരുന്നു. ബോസ്കോ അതിൽ ഭയന്ന് പോയിട്ടുണ്ടോ? ഞാൻ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഞാനിതെല്ലാം എനിക്ക് എറണാകുളം ജില്ലയിലും അല്ലെങ്കിൽ പുറത്തും എൻ്റെ കസിൻസിൻ്റെ ഇടയിലോ ഒക്കെ പോലീസുകാരുണ്ട്. ഒരാളെപ്പോലും ഞാൻ ബോസ്കോ കളമശ്ശേരിയാണ് എനിക്ക് ഇന്ന സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ വിളിച്ച് ഇന്ന കാര്യത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരെന്നെ കൃത്യമായിട്ട് SI അന്ന് എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ബോസ്കോ നിന്നെ MDMA കേസാണ് നിൻ്റെ തലയിൽ വരാനിരിക്കുന്നത്, നീ സൂക്ഷിച്ച് നടന്നോ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ പോലീസുകാർ ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ എറണാകുളത്ത്. നിങ്ങൾ ചോദിച്ചു നോക്കിയുള്ള കേസുകളൊക്കെ വരുമ്പോൾ ഫാമിലി ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. കാരണം ഭാര്യയും കുഞ്ഞുങ്ങളുമുള്ള, മാതാപിതാക്കളുള്ള, രക്ഷിതാക്കളുള്ള, ബന്ധുക്കളുള്ള ഒരു ഭാഗത്ത് ബോസ്കോ ശരിക്കും കുറ്റക്കാരനാക്കി ഇങ്ങനെ തൂക്കിലേറ്റുകയായിരുന്നില്ലേ? അല്ല, കേട്ടോ, ബാക്കി കൂടെ കേൾക്കൂ. അപ്പം ഞങ്ങൾ അതിനനുസരിച്ച് അലർട്ട് എടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം MDMA എന്ന് പറയുന്ന ഒരു കേസ് എടുത്തു കഴിയുമ്പോൾ 6 മാസത്തേക്കാണ്. അപ്പോൾ അത് അലർട്ട് എടുത്ത് നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പോലും സ്റ്റുഡിയോയിൽ പോലും ഒരാളെ ഞങ്ങളങ്ങനെ അനാവശ്യമായിട്ട് കയറ്റാറില്ല, ഒന്നുമില്ല. കാണുന്നെങ്കിൽ പോലും വാർത്ത ചെയ്യുന്നെങ്കിൽ പോലും പുറത്തേക്ക് മാറ്റിയത്. അഴിമതികളാണ് എൻ്റെ ടോപ്പിക്ക്. അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാൻ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിർത്തി തർക്കം ചർച്ച ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എൻ്റെ ചാനൽ അഴിമതികൾ മാത്രമേ ടോപ്പിക്ക് എടുക്കാറുള്ളൂ. ജനകീയ വാർത്ത. ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞ ഇൻഫർമേഷൻ തന്നു. ഞാൻ അതിനകത്ത് അലർട്ട് എടുക്കുമ്പോഴാണ് എൻ്റെ പേരിൽ ഞാനിങ്ങനെ ഇരുന്ന് വീടിൻ്റെ അടുത്തിരുന്ന് ചായ കുടിക്കുന്നു. അപ്പുറത്തൊരു ഓപ്പോസിറ്റ് ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നു. ഞാൻ അവിടെ നിന്ന് ചായ പറഞ്ഞ് ഞാനിവിടെ വന്നിരുന്ന് ഗ്ലാസ്സിലിരുന്ന്, ഞാൻ ഇപ്പോഴത്തെ ഒരു ക്ലബ്ബാണ്, ഇങ്ങനെ ഓപ്പൺ ക്ലബ്ബാണ്. അപ്പോൾ റോട്ടിൽ കൂടെ വണ്ടി പോകുന്നു എല്ലാം കാണാം. ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു, പിന്നെയും പോകുന്നു, പിന്നെയും വരുന്നു. വണ്ടി ഇങ്ങനെ കറങ്ങി വരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ട്. പുള്ളി പറഞ്ഞു, ഒന്നുമില്ലടാ, അത് കാക്കനാട് സ്റ്റേഷനിലേക്ക് പ്രതിനെയും കൊണ്ടുപോകണമായിരിക്കും. ഇതിലാണല്ലോ പോകാൻ എളുപ്പം. ആലുവ കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്തിട്ട് കൊണ്ടുപോകണമായിരിക്കും. ഇനിയിപ്പോൾ ആണെങ്കിലും അല്ലെങ്കിലും നമുക്കെന്താ കുഴപ്പം? എൻ്റെ പേരിൽ 2 കേസേ ഉള്ളൂ.
ഞാൻ വിവരാവകാശം ഇട്ട് ഞാൻ കോടതിയിൽ ഇലക്ഷൻ കമ്മീഷന് പെറ്റീഷൻ മറ്റേ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ എൻ്റെ പേരിൽ 2 കേസുള്ളൂ. ആ 2 കേസിന് ഞാൻ കൃത്യമായിട്ടും മലയാള മനോരമയിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ 3 ദിവസം പത്രപരസ്യം ചെയ്യണം സുപ്രീം കോടതി ഡിസിഷൻ പ്രകാരം. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ഇവർ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് പറയുന്നു, ഒരു SI വണ്ടി നിർത്തുന്നു, പുള്ളി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുവാണല്ലോ. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, ബോസ്കോ കോളം ശരിയല്ലേ? അതെ, ബോസ്കോ കോളം ശരിയാണ്. ആ ഫോണും തരൂ. ഓളായിട്ട് നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊരാളെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞു ബാ കയറിക്കോ. എന്തിനാ? അല്ല അതൊക്കെ പറയാം, ബാ കയറിക്കോ. സ്വാഭാവികമായിട്ട് MP ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. നോമിനേഷൻ കൊടുത്ത നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ MP ആണ്. എന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മാനദണ്ഡം ഉണ്ടോ? ഇലക്ഷൻ കമ്മീഷന് വിവരം അറിയിക്കണോ? തീർച്ചയായിട്ടും വേണോ? ഇനി ഞാനൊരു സാധാരണക്കാരനാണെന്ന് വിചാരിക്കും, ഞാൻ MP ആവണ്ട, ഞാനൊരു സാധാരണ ഒരു വോട്ടറാണ്. നിയമങ്ങൾ അറിയില്ലാത്ത, ഒരു സാധനവും അറിയാൻ പാടില്ലാത്ത ഒരു സാധാരണ വോട്ടറാണെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോഴും പാലിക്കേണ്ട നിയമമുണ്ടോ? എന്താ പാലിക്കേണ്ടത്? നമ്മളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ അറിയിക്കണം, നമുക്ക് ലെറ്റർ തരണം, ഒരുപാട്. ഇപ്പോൾ ഷാജഹാൻ VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന, കഴിഞ്ഞ ദിവസം ഷൈനി ടീച്ചറെക്കുറിച്ച് അപവാദം പറഞ്ഞ ഷാജഹാനെ പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടാണോ പോയത്? അല്ല. പുള്ളി അവിടെ ഉണ്ടായില്ലേ? പുള്ളിക്ക് എന്താ കൊടുത്തത്? നോട്ടീസ് കൊടുത്തു. നാളെ രാവിലെ കോടതിയിൽ വന്ന് അല്ല സ്റ്റേഷനിൽ വന്ന് ഹാജരാവാൻ പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തു. ആണോ? എനിക്ക് നോട്ടീസാണോ തോന്നുന്നു? ബോസ്കോയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. 2 മിനിറ്റ് കൊണ്ടാണ് എന്നെ പിടിച്ചുകൊണ്ട് വണ്ടി കയറ്റി കൊണ്ടുപോകുന്നത്. ഇവർ ഉപദ്രവിച്ചോ പോലീസ്? ഏത് പോലീസ്? ഉപദ്രവിച്ചൊന്നുമില്ല. പക്ഷെ പോലീസിലെ പലരുടെയും CCTV ക്യാമറ ഫുട്ടേജും പലരുടെയും ഫോൺ ഞാൻ പിടിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. സൈബർ സെല്ലിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കാക്കനാട്. കോടതി കൊടുക്കേണ്ട രേഖകൾ ഈ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു. എന്നെ ഒരു പോലീസുകാരനും ചെയ്തിട്ട്. ഈ ഇപ്പോൾ ഈ പിടിച്ചുകൊണ്ട് പോയ 2-3 കള്ളന്മാരില്ലേ, ഈ കള്ളന്മാരുടെ സാമ്പത്തിക സോഴ്സൊക്കെ അന്വേഷിക്കാനായിട്ട് ഞാൻ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് പലരും അതോറിറ്റിക്ക്. എന്തിനാണ് പിടിച്ചതെന്ന് അറിയണമല്ലോ. ഇപ്പം ഞാൻ ഇതിനകത്ത് നിങ്ങളോട് പറയാത്ത കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോടതിയിൽ ഈ കേസ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താത്തത്. കുമ്പസാരം ഞാനിത് കഴിയുമ്പോൾ ഞാനൊരു കുമ്പസാരം നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മൊബൈലിലല്ല, എൻ്റെ അവിടെ ലാപ്ടോപ്പിൽ ഇരിപ്പുണ്ട്, ഒരു ഡോക്യുമെൻറ്റ്സ് ഇരിപ്പുണ്ട്. എൻ്റെ ചിലവിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് 50 ദിവസത്തിലധികം ജയിലിൽ കിടന്നു. എന്നെ കൊട്ടേഷൻ കൊടുത്ത് എന്നെ കൊല്ലാൻ വരെ അതിനകത്ത് കൊട്ടേഷൻ കൊടുത്തു ജയിലിൽ. എന്നെ അറസ്റ്റ് ചെയ്ത് എൻ്റെ ആഘോഷത്തിന് ഇവിടുന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ, ഈ FIR ഇട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ നെല്ലിയാമ്പതിക്ക് ടൂറ് പോയിന്ന് 2 വണ്ടികളിലായിട്ട്. എന്നിട്ട് അടിച്ച് 4 കാലിൽ കയറി വന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ദുശീലം കൊണ്ട് എനിക്ക് സിഗരറ്റ് മേടിച്ച് തരുന്നവരാണ്. ഞാൻ സ്റ്റേഷനിലിരുന്ന് വലിക്കാറുണ്ട്. ഞാൻ ആ സ്റ്റേഷനിലിരുന്ന് ഞാൻ വലിച്ചിട്ട് അപ്പം ഞാൻ ചോദിച്ചു, നല്ലൊന്നാന്തരം പട്ടച്ചാരകളിൽ അടിച്ച് കയറ്റിയേക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നീ ഇതേപോലെ ഇനി കേസ് പിടിക്കാൻ, നല്ല ഞങ്ങൾക്ക് ഇതേപോലെ ടൂർ പോകാനും ആഘോഷിക്കാനും പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തേക്കണത്.